أعوذ بالله من الشيطان الرجيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്നുണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണാനന്തര കർമ്മങ്ങൾ നമ്മൾ കഴിഞ്ഞ ഖുതുബകളിലൂടെ മനസ്സിലാക്കി. അതുപോലെ നാം പഠിക്കേണ്ട ഒരു വിഷയമാണ് അനന്തര സ്വത്ത് വീതിക്കുന്ന രൂപം. പലപ്പോഴും ആ വിഷയത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ ഏത് മേഖലയും എന്നതുപോലെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ സ്വത്ത് എങ്ങനെയാണ് വീതിക്കേണ്ടത്, അതിലും കൃത്യമായി ഇസ്ലാമിക ശരീഅത്ത് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. അനന്തര സ്വത്ത് വീതിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, മരണാനന്തര കർമ്മങ്ങൾ എൻ്റെ പണം കൊണ്ട് നിർവഹിക്കണം എന്ന് ആ വ്യക്തി വസിയത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അയാളുടെ അനന്തര സ്വത്തിൽ നിന്നാണ് അതിനാവശ്യമായ പണം എടുക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വത്ത് ആ വീതം വെക്കുന്ന സമ്പാദ്യത്തിലുണ്ടോ എന്ന് അന്വേഷിക്കണം. ഒരാൾ മരണപ്പെടുമ്പോൾ ചിലപ്പോൾ അയാളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സമ്പാദ്യങ്ങൾ അയാളുടെ കൈകളിൽ ഉണ്ടാകും. മറ്റുള്ളവരുടേത് ഉപയോഗിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വാങ്ങിയതുണ്ടാകും. അപ്പം ആ സമ്പത്തെല്ലാം മാറ്റിയിട്ട് വേണം സ്വത്ത് വീതിക്കാൻ. മൂന്നാമത്തെ വിഷയം, അയാളുടെ കടം വീട്ടണം. അനന്തര സ്വത്തിൽ നിന്നാണ് കടം വീട്ടേണ്ടത്. അത് വീതിച്ചു കഴിഞ്ഞിട്ടല്ല. വീതിച്ചു കഴിഞ്ഞാൽ പിന്നെ ആവേശം മക്കൾക്ക് കടം വീട്ടാൻ ഉണ്ടാവില്ല. പിന്നെ പലപ്പോഴും ന്യായം പറയലാണ്, നല്ല സ്വത്ത് അവനാണ്, നല്ല സ്ഥലം അവനാണ്, അപ്പം അവൻ വീട്ടട്ടെ, ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ നോക്കിയില്ലേ, ഇനി അവര് കടം വീട്ടട്ടെ. അതല്ല, ആദ്യം കടം വീട്ടണം. ആ സമ്പത്ത് മുഴുവൻ വിറ്റാൽ തീരുന്ന കടമാണ് എങ്കിൽ ആ മുഴുവൻ സമ്പത്തും വിൽക്കണം. എത്ര സമ്പാദ്യം വിറ്റാലാണ് അയാളുടെ കടം തീരുക എങ്കിൽ ആ മുഴുവൻ സമ്പത്തും വിറ്റുകൊണ്ട് ആ കടം തീർക്കണം. അത് അള്ളാഹുവുമായുള്ള കടവും വീട്ടണം, സൃഷ്ടികളുമായുള്ള കടവും വീട്ടണം. രണ്ടും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ കടം വീട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാലാമത്തൊരു വിഷയം, അയാൾക്ക് വല്ല വസിയ്യത്തുകളും ഉണ്ടോ എന്ന് നോക്കണം. സമ്പത്തുമായി ബന്ധപ്പെട്ട് വല്ല വസിയ്യത്തും മരണപ്പെട്ട വ്യക്തി പറഞ്ഞിട്ടുണ്ടോ? വസിയ്യത്ത് വീടേണ്ടത് സ്വത്തിന്റെ 1/3 കൊണ്ടാണ്. 1/3 വരെ മാത്രമാണ് വസിയ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളത്. ഒരാൾ മരിക്കാൻ നേരത്ത് പറയാണ്, എൻ്റെ മുഴുവൻ പണവും പള്ളിക്ക് ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പള്ളിക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിന് നൽകും, യതീം കുട്ടികൾക്ക് നൽകും എന്ന് വസിയ്യത്ത് പറഞ്ഞാൽ ആ വസിയ്യത്ത് ശരിയാവുകയില്ല. സമ്പത്തിന്റെ 1/3 മാത്രമേ വസിയ്യത്തിന് മാക്സിമം ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ. ആ വസിയ്യത്ത് വീടിയതിന് ശേഷമാണ് അനന്തര സ്വത്ത് വീതിക്കേണ്ടത്. മിൻ ബഅദി വസിയ്യത്തിൻ യൂസാ ബിഹാ ഔ ദൈൻ. ഇപ്പോൾ വസിയ്യത്ത് നോക്കണം. നമ്മുടെ നാട്ടിൽ മോൻക്ക് ഇന്നത് ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു, മകൾക്ക് ഇന്നത് വസിയ്യത്ത് ചെയ്യുന്നു. ലാ വസിയ്യത ലിവാരിസിൻ. അനന്തരാവകാശികൾക്ക് വസിയ്യത്തില്ല. വസിയ്യത്ത് അനന്തരാവകാശികൾക്കല്ല. ഉപ്പ മരിച്ചാൽ മകന് സ്വത്ത് കിട്ടും, മകൻ അനന്തരാവകാശിയാണ്. ഉപ്പ മരണപ്പെട്ടാൽ മകൾക്ക് സ്വത്ത് കിട്ടും, മകൾ അനന്തരാവകാശിയാണ്. മകനോ മകൾക്കോ ഉള്ളതല്ല വസിയ്യത്ത്. നമ്മുടെ കുടുംബമാണ്, ആ മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുവാണ്, അല്ലെങ്കിൽ അയാളെ ആശ്രയിച്ച് കഴിയുന്നവരാണ്
അയാളുടെ അനന്തര സ്വത്തിൽ നിന്ന് അവർക്ക് മരണപ്പെട്ടാൽ ലഭിക്കില്ല എങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കുള്ളതാണ് വസിയ്യത്ത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ മരണപ്പെട്ടു, അയാളുടെ ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ട്, സഹോദരന്മാരും ജീവിച്ചിരിക്കുന്നുണ്ട്. ആ മരണപ്പെട്ട വ്യക്തിയുടെ ഉപ്പയുടെ സമ്പാദ്യം അയാളുടെ മക്കൾക്ക് ലഭിക്കുകയില്ല. എൻ്റെ ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ട്, ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് സഹോദരന്മാരുണ്ട് എങ്കിൽ എൻ്റെ മക്കൾക്ക് എൻ്റെ ഉപ്പയുടെ സമ്പത്ത് ലഭിക്കുകയില്ല. എൻ്റെ ഉപ്പയുടെ അനന്തരാവകാശം ഉപ്പ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ മക്കളിലേക്ക് എത്തുകയില്ല. അപ്പോൾ എൻ്റെ ഉപ്പാക്ക് എൻ്റെ മക്കൾക്ക് വസിയത്ത് ചെയ്യാം, സ്വത്തിൻ്റെതാ ഇത്ര ഒരു വിഹിതം അവൻ മരണപ്പെട്ടതാണ്, അവൻ്റെ മക്കൾക്ക് നൽകണം. അതാണ് വസിയത്ത്. അതുപോലെ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ, അവർക്ക് ഒരുപക്ഷെ മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വത്ത് ലഭിച്ചു കൊള്ളണമെന്നില്ല. ജീവിത കാലഘട്ടത്തിൽ അയാളെ ആശ്രയിച്ചുകൊണ്ടാണ് അവർ കഴിഞ്ഞത്. അവർക്ക് വസിയത്ത് ചെയ്യാൻ, ഞാൻ മരിച്ചാൽ ഇതാ ഇത്ര പണം, ഇത്ര രൂപ, അത് 1/3 ഒതുങ്ങുന്ന രൂപത്തിൽ ഒരാൾക്ക് വസിയത്ത് ചെയ്യാം. അതിൽ കൂടുതൽ വസിയത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാമിക നിയമപ്രകാരം ആ വസിയത്ത് സ്വീകരിക്കുന്നതല്ല, അത് ബാത്തിലാകും. സ്വത്ത് വീതിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ളവരുടെ ഹക്ക് എന്റെ സമ്പാദ്യത്തിൽ വരരുത് എന്നാണ്. എന്റെ സഹോദരിയുടെ ഹക്ക്, എന്റെ സഹോദരന്റെ ഹക്ക്, അവന് അല്ലാഹ് കണക്കാക്കിയ അവന്റെ വിഹിതം, അത് എന്റെ സമ്പാദ്യത്തിലേക്ക് വരരുത്. അതാണ് ചിന്തിക്കേണ്ടത്. എനിക്കെത്ര മാക്സിമം ഊറ്റാം, എനിക്കെത്ര മാക്സിമം ഉണ്ടാക്കാം എന്നല്ല ആലോചിക്കേണ്ടത്. മറ്റൊരാളുടെ ഹക്ക് എന്റെ സമ്പത്തിലേക്ക് വരരുത്. എല്ലാവർക്കും അവരവരുടെ ഹക്ക് ലഭിക്കണം. ചില ആളുകളൊക്കെ വിളിച്ചിട്ട് ചിലപ്പോൾ ചോദിക്കും, പിന്നെ പെൺമക്കളെ ഉള്ളൂ, കുടുംബക്കാർക്ക് സ്വത്ത് പോകാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. ഇവർ മനസ്സിലാക്കിയിട്ട് ഈ ടാക്സ് വെട്ടിക്കുന്നത് പോലെ എന്തൊരു ഏർപ്പാട് ഇസ്ലാമിലുണ്ടെന്നാണ്. ഇത് അല്ലാഹ് കൊടുത്ത ഹക്കാണ്. അനന്തരാവകാശം ആർക്കൊക്കെ എന്തൊക്കെ നൽകണമെന്ന് അല്ലാഹ് തീരുമാനിച്ചതാണ്, അള്ളാഹു കണക്കാക്കിയ ഹക്കാണ്. അത് ആ രൂപത്തിൽ തന്നെ വീതിക്കണം. അതിൽ മറ്റൊരാളുടെ ഹക്ക് കൈവശപ്പെടുത്തിയാൽ മനിഖ്തത ഹഖ്ഖ ഇംരിഇൻ മുസ്ലിമിൻ ബിയമീനി ഫഖദ് ഔജബല്ലാഹു ലഹുന്നാർ വഹറമ അലൈഹിൽ ജന്ന. സ്വർഗം നഷ്ടാകും, നരകത്തിലെത്തും. സ്വഹാബികൾ ചോദിച്ചു, വഇൻ കാന ശൈഅൻ യസീറൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ചെറിയൊരു കാര്യമാണെങ്കിലോ, വളരെ ചെറുതാണ് ഞങ്ങൾ കൈവശപ്പെടുത്തിയതെങ്കിലോ, വഇൻ ഖളീബൻ മിൻ അറാഖിൻ, ഒരു അറാഖിന്റെ കൊള്ളിയാണ് അനർഹമായി നിങ്ങൾ കൈവശപ്പെടുത്തിയതെങ്കിലും അത് സ്വർഗം നഷ്ടപ്പെടുന്ന, നരകത്തിൽ ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്ന തിന്മയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ഇതിൽ കാലതാമസം വരുത്തരുത്. മരണപ്പെട്ട് 10-15 കൊല്ലം മൂത്ത ജ്യേഷ്ഠൻ, മൂത്ത സഹോദരൻ, അയാൾ ഇങ്ങനെ സ്വത്ത് വെച്ചിരിക്കാൻ, ഇപ്പോഴൊന്നും വീതിക്കണ്ടെന്നാണ്. അത് വീതിക്കണ്ട, മൂപ്പരാണ്ട് തീരുമാനിച്ചതാണ്. ഇതിൽ കാലതാമസം വരുത്തരുത്. മറ്റുള്ളവരുടെ ഹക്കാണ്. എത്ര പെട്ടെന്ന് അവരുടെ ഹക്ക് അവർക്ക് വീതിച്ചു കൊടുക്കാൻ കഴിയുമോ, ഉടനെ ചെയ്യാൻ കഴിയുമോ എങ്കിൽ ഉടനെ നൽകണം. പല കുടുംബങ്ങളിലും ഉപ്പ മരണപ്പെട്ടു, ഉപ്പാന്റെ സ്വത്ത് ജീവിച്ചിരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നോക്കിയത് ജ്യേഷ്ഠനാണ്. ഉപ്പ മരിച്ചിട്ടും 10-15 കൊല്ലായി ആ ജ്യേഷ്ഠൻ ഇങ്ങനെ ആ വീടും പറമ്പും അയാൾ ഇങ്ങനെ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ഉമ്മാന്റെ കാലം കഴിയാറെ സ്വത്ത് തൊടൂല എന്ന് മൂപ്പരാണ് തീരുമാനിച്ചിട്ടുണ്ട്. ഉപ്പ മരിച്ചാൽ ഉപ്പാന്റെ സ്വത്തിൽ 1/6 ഉമ്മാക്കുണ്ട്. ആ ഹക്ക് ഉമ്മാന്റെതാണ്. ബാക്കിയുള്ളത് പെങ്ങൾക്കുണ്ട്, സഹോദരന്മാർക്കുണ്ട്. അവർക്കെല്ലാം ഇയാൾക്കെങ്ങനെ ഹക്കുണ്ടോ അതുപോലെ അതിൽ ഹക്കുണ്ട്. മറ്റുള്ളവരുടെ ഹക്ക് അത് പെട്ടെന്ന് കൊടുത്തു തീർക്കണം. ചിലപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ആ കുടുംബം കരകയറും. പല സഹോദരിമാരും പല പെൺകുട്ടികളും അവരുടെ ഹക്ക് കിട്ടുകയാണെങ്കിൽ അവരുടെ കുടുംബം ഒന്ന് നേരക്കാകും, അവരുടെ പ്രയാസങ്ങൾ തീരും. ഒരു ചെറിയൊരു കച്ചവടം അവർക്ക് തുടങ്ങാം, ഒരു നല്ലൊരു വീട് അവർക്ക് വെക്കാം. ഇപ്പൊ വാടക വീട്ടിലാണ്, സമ്പത്തുണ്ട്, സമ്പത്ത് ജ്യേഷ്ഠന്മാര് കൈവശപ്പെടുത്തിയിരിക്കാൻ. സമ്പത്ത് ആ വീട്ടിൽ 2 സഹോദരന്മാര് 3 സഹോദരന്മാര് അവര് കഴിയുന്നുണ്ട്. അത് കോടികളുടെ സമ്പാദ്യങ്ങളുള്ള വീടാണ്. അത് വിൽക്കുകയാണെങ്കിൽ അതിന്റെ അവകാശം പെൺകുട്ടികളിലേക്ക് കിട്ടുകയാണെങ്കിൽ, മറ്റു സഹോദരന്മാർക്ക് കിട്ടുകയാണെങ്കിൽ
അവർക്ക് അവരുടെ ഒന്ന് നടു നിവർത്താൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇത് നീട്ടിക്കൊണ്ടുപോകുന്ന രീതി ശരിയല്ല. അതെത്ര പെട്ടെന്ന് വീതിച്ച് നൽകാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് അവകാശികളിലേക്ക് സ്വത്ത് എത്തിക്കണം. അവള് സ്വത്ത് ചോദിക്കാൻ മാത്രമായില്ലേ എന്നാണ്. അവള് സ്വത്ത് ചോദിക്കാൻ മാത്രമായി. അവര് ചോദിക്കുന്നത് ഹക്കാണ്. പല ആളുകൾക്കും ആവശ്യങ്ങളുണ്ട്, പക്ഷേ ചോദിച്ചാൽ ഇതാ സമ്പത്തിനോട് ആർത്തിയാണ്. ഉമ്മ ഉണ്ടാകുമ്പോൾ തന്നെ സ്വത്ത് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ചോദിക്കാനൊരു ഇടവരുത്തരുത്. അതിനു മുമ്പേ ചോദിക്കാതെ ആ പണം വിഹിതം വെച്ച് അതിന്റെ അവകാശികളിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഉണ്ടാകേണ്ടത്. വീതിക്കേണ്ടത് നമുക്ക് തോന്നുന്ന രൂപത്തിലല്ല. നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകരുത്. അതുകൊണ്ട് എല്ലാവരും തുല്യമായി എടുക്കണം. അതോടുകൂടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുക. അള്ളാഹ് വെച്ചൊരു നിയമമുണ്ട്. നമ്മൾ കണക്കുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര മൂത്ത മോന്, ഇത്ര ചെറിയ മോന്, അവന് ജോലിയില്ല, അതുകൊണ്ട് ഇത്ര. അള്ളാഹ് ഉണ്ടാക്കിയ കണക്കുണ്ട്. അള്ളാഹു നമ്മളെ പഠിപ്പിച്ച വിഹിതമുണ്ട്. ആ വിഹിതം നൽകിയാൽ മതി. പക്ഷെ പലപ്പോഴും ആ ശരീഅത്തിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി നമ്മൾ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആണിനും പെണ്ണിനും എല്ലാവർക്കും ഒരുപോലെ. ഇനി അതിന്റെ പേരിൽ തർക്കം വേണ്ടെന്ന. അതെങ്ങനെ നീതിയാവുക? ഇസ്ലാമിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്ത് ചെലവഴിക്കാനാണ്. അവന്റെ സമ്പത്ത് ഉമ്മാന്റെ ആവശ്യത്തിന് ചെലവഴിക്കണം, അവന്റെ ഭാര്യയുടെ ആവശ്യത്തിന് ചെലവഴിക്കണം, അവന്റെ പെങ്ങളുടെ ആവശ്യത്തിന് അവൻ ചെലവഴിക്കണം. പുരുഷൻ പണം ചെലവഴിക്കണം. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പണം അവൾക്ക് എടുത്തു വെക്കാം. കുടുംബത്തിന്റെ ഉത്തരവാദിത്വം അവളെ ഏൽപ്പിച്ചിട്ടില്ല. ഭർത്താവിന്റെ ഉത്തരവാദിത്വം അവളെ ഏൽപ്പിച്ചിട്ടില്ല. മക്കളുടെ ഉത്തരവാദിത്വം അവളെ ഏൽപ്പിച്ചിട്ടില്ല. അവളുടെ സഹോദരന്മാരുടെയോ സഹോദരിമാരുടെയോ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടില്ല. ചെലവഴിക്കണം. അതിനുവേണ്ടി നൽകുന്ന പണവും എടുത്തു വെക്കാൻ സൂക്ഷിക്കാൻ നൽകുന്ന പണവും രണ്ടും തുല്യമായി നൽകിയാൽ അതെങ്ങനെ നീതിയാകും? ആ പെങ്ങളുടെ ആവശ്യത്തിനും ഈ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അവന് സാധിക്കുന്നുവെങ്കിൽ അവൻ ചെലവിന് നൽകണം. അവൾക്ക് പ്രയാസം വരുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വീതിക്കേണ്ട രൂപം നമ്മൾ പറയും. നമ്മളൊരു കണക്കുണ്ടാക്കി, നമ്മളൊരു രൂപമുണ്ടാക്കി വീതിക്കേണ്ട സാഹചര്യം ഉണ്ടാകേണ്ടതില്ല. അള്ളാഹു കണക്കാക്കിയ അനന്തരാവകാശ നിയമപ്രകാരം വീതിക്കുന്ന രീതിയാണ് ഉണ്ടാകേണ്ടത്. ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ടു കഴിഞ്ഞാലും നീതിയിൽ അധിഷ്ഠിതമായിട്ടാണ് സ്വത്ത് നൽകേണ്ടത്. മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്തുണ്ട്. ജീവിച്ചിരിക്കുമ്പോഴും നീതി കാണിക്കണം. പല രക്ഷിതാക്കളും ജീവിച്ചിരിക്കുമ്പോൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കാറില്ല. അവന് ജോലിയൊന്നും ഇല്ല, പഠിപ്പിക്കാൻ പറഞ്ഞയച്ചു, അവന് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അവനോടൊരു ദേഷ്യം. ജോലി റെഡിയാകാത്ത അവന്റെ പ്രയാസം കൊണ്ടാണോ? നന്നായി പഠിച്ചവനോട് പ്രത്യേക സ്നേഹം. പെൺകുട്ടികളോട് ചിലർക്ക് പ്രത്യേക ദേഷ്യം, ചിലർക്ക് ആൺകുട്ടികളോട് ദേഷ്യം. എല്ലാവരോടും നീതിയിൽ കഴിയുകയും ഒരുപോലെ പണം ചിലവഴിക്കുകയും വേണം. ചില പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴാ മൂന്നാമത്തോനെ കുറച്ച് പ്രയാസമുണ്ട്, നമ്മളെല്ലാവരും കൂടെ സഹായിക്കല്ലേ, വാപ്പത് കൊടുക്കണതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചുപ്പാക്ക് സഹായിക്കാം. പക്ഷെ മക്കളെ എല്ലാവരെയും ഒരുപോലെ കാണുകയും എല്ലാവരോടും നീതിയോടുകൂടെ പെരുമാറുകയും ചെയ്യണം. പെൺകുട്ടികളുടെ കല്യാണം ബാപ്പ നടത്തും, ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട്. 50 പവൻ സ്വർണം, 3 തരം ഭക്ഷണം, പന്തൽ, എല്ലാം ബാപ്പാന്റെ വക. ആൺകുട്ടിയുടെ കല്യാണത്തിനോ വിവാഹപ്രായമെത്തി 26 വയസ്സ് കഴിഞ്ഞു, 27 വയസ്സ് കഴിഞ്ഞു, 28 കഴിഞ്ഞു. കല്യാണത്തിന്റെ എല്ലാ ചെലവും അവൻ വഹിച്ചാലല്ലാതെ അവന് പെണ്ണ് കെട്ടാൻ പറ്റൂല. എത്ര ആൺകുട്ടികളുണ്ട് 28, 30 കഴിഞ്ഞ് ഒരു കല്യാണത്തിന്റെ ചെലവേറ്റെടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ. അതേ ആൺകുട്ടികളുടെ ഉപ്പമാരല്ലേ ആ പെൺകുട്ടിയുടെ കല്യാണം നടത്തിയത്? ഇസ്ലാമിക നിയമത്തിൽ എവിടെയെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചയക്കുമ്പോൾ സ്വർണം നൽകണമെന്നുണ്ടോ? 10, 30, 40, 50 പവൻ നൽകണമെന്ന് ഏത് ശരീഅത്താണ് പഠിപ്പിച്ചത്? ആവശ്യമില്ലാത്ത ബാധ്യതകൾ ഏറ്റെടുത്തുകൊണ്ട് വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾ അവരെ പ്രയാസപ്പെടുത്തുകയാണ്. പെൺകുട്ടിക്ക് പണം നൽകുന്നുവെങ്കിൽ ആ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം മതപരമായ ബാധ്യതയാണ് അതേ പണം ആൺകുട്ടിക്ക് വേണ്ടിയും ചിലവഴിക്കൽ. അപ്പോഴേ അതിലാവുള്ളൂ, അപ്പോഴേ നീതിയാകുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ ഈ ആങ്ങള അവൻ പ്രയാസപ്പെടണം. അവന്റെ കല്യാണത്തിനോ ഉപ്പാന്റെ കയ്യിൽ നിന്ന് ഒരു പണവും കിട്ടൂല.
ഒരു സഹായവും കിട്ടൂല. അവൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് 5-6 കൊല്ലം കഷ്ടപ്പെട്ടാലേ അവനൊരു ജീവിതം ഉണ്ടാവുള്ളൂ. സമൂഹം തിരുത്തണം. പെൺകുട്ടിയുടെ കല്യാണത്തിന് ആർഭാടങ്ങൾ ഉണ്ടാക്കി, അനാവശ്യമായ പണം സമ്പാദിച്ച് അനാവശ്യമായ ചെലവുകൾ ഉണ്ടാക്കി ആ ദൂർത്തടിക്കുന്ന ഏർപ്പാടും ആൺകുട്ടികളുടെ വിവാഹത്തിന് തിരിഞ്ഞു നോക്കാത്ത ഏർപ്പാട്ടും അത് മാറ്റിയെടുക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി മഹാനായ നുഅ്മാൻ ഇബ്നു ബഷീർ, വളരെ പ്രസിദ്ധനായ സ്വഹാബിയാണ്. ഉപ്പ ബഷീർ നുഅ്മാൻ ഒരു സമ്മാനം നൽകാൻ, അഅതാനി അബി അതിയ ഫഖാലത് അംറ ബിൻത് റവാഹ. അപ്പോൾ ബഷീറിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യ അംറ ബിൻത് റവാഹ അഥവാ നുഅ്മാനിന്റെ ഉമ്മ അവർ പറഞ്ഞു, വേറെയും മക്കൾ നിങ്ങൾക്കുണ്ടല്ലോ, അവർക്കൊന്നും കൊടുക്കാത്തൊരു സമ്മാനം നുഅ്മാൻ ഇബ്നു ബഷീറിന് നിങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷി നിന്നാലല്ലാതെ ഞാനതിന് സമ്മതിക്കൂല. എല്ലാ മക്കൾക്കും കൊടുക്കണം, അല്ലെങ്കിൽ അള്ളാഹിന്റെ റസൂൽ അത് അംഗീകരിക്കണം, എങ്കിലേ ഞാനത് സമ്മതിക്കുള്ളൂ. നേരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്കെത്തി കാര്യമറിയിച്ചു. റസൂലുള്ളാഹിയുടെ ചോദ്യം, അഅതൈത സായിറ വലദിക മിസ്ല ഹാദ, എല്ലാ മക്കൾക്കും കൊടുത്തോ? ഒരു കുട്ടിയല്ലല്ലോ, ബാക്കി മക്കൾക്കും കൊടുത്തോ? ഖാൽ ലാ, അള്ളാന്റെ റസൂലേ നൽകിയിട്ടില്ല. പ്രവാചകന്റെ മറുപടി, ഫത്തഖുല്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചോ. വഅദിലു ബൈന ഔലാദിക്കും, മക്കൾക്കിടയിൽ അദിൽ കാണിക്ക്, നീതി കാണിക്ക്. ഖാൽ ഫറജഅ ഫറദ്ദ അതിയ, അദ്ദേഹം തിരിച്ചു വന്നു, ആ നൽകിയ സമ്മാനം തിരിച്ചു വാങ്ങി, മടക്കി വാങ്ങി. മക്കൾക്കിടയിൽ ജീവിച്ചിരിക്കുമ്പോൾ നീതി കാണിക്കണം. സ്വത്ത് മരണത്തിന് ശേഷം വീതിക്കേണ്ടതും അതിലിന്റെ അടിസ്ഥാനത്തിലാണ്. ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ അനർഹമായി നൽകിയിട്ടുണ്ട് എങ്കിൽ അത് മക്കളും തിരിച്ചറിയണം. അത് ഉപ്പാന്റെ പരലോകത്തെ ബാധിക്കുന്ന വിഷയമാണ്. ഉപ്പ നൽകിയത് നീതിപൂർവമല്ല, അതുകൊണ്ട് അതിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യണം. കാരണം വലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, ബാത്തിലായത് അനർഹമായത് നിങ്ങൾ കഴിക്കരുത് എന്നാണ് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സ്വത്തിന്റെ വിഷയം വളരെ ശ്രദ്ധയോടുകൂടെ നോക്കിക്കാണണം. ഏത് വിഷയത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് പോലെ ആ വിഷയത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത് അനന്തരസ്വത്ത് വീതിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അത് വീതിക്കാതെ നീട്ടിവെക്കുന്ന രീതി അത് ശരിയല്ല. ഇന്ന് പലപ്പോഴും പല സ്വത്തും അതിൻ്റെ അവകാശികൾ ആരാണ് എന്നുപോലും അറിയുന്നില്ല. അത്രയും തലമുറകൾ കടന്നുപോയി. സ്വത്ത് വീതിക്കാതെ ഒരു സഹോദരൻ അവിടെ താമസിച്ചു, 10-20 കൊല്ലം കഴിഞ്ഞു, അയാളുടെ കാലം കഴിഞ്ഞു, പിന്നെ അയാളുടെ മക്കൾ. ഇപ്പോ ആരാണ് അവകാശികൾ എന്ന് പോലും അറിയുന്നില്ല. എത്രയോ അവകാശികൾ. അതൊക്കെ അവകാശികളിലേക്ക് എത്തേണ്ടതായിരുന്നു. പല തറവാടുകളും അതൊന്നും അവകാശികളിലേക്ക് എത്താതെ അതിങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സഹോദരിമാർക്ക് നൽകുന്ന വിഹിതം, അവൾക്കെന്നാ എന്നോടാണ് ചോദിച്ചൂടെ എന്നാണ്. പെങ്ങൾക്ക് ചോദിച്ചൂടെ? ചോദിക്കാനല്ല കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, കണ്ടറിഞ്ഞുകൊണ്ട് നൽകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. എന്നാൽ ഒരു കുടുംബ സ്വത്ത് എല്ലാവരും തീരുമാനിക്കാണ്, അതിപ്പോൾ വിൽക്കണ്ട, അതിൽ വരുമാനം ഉണ്ടല്ലോ, ആ വരുമാനം നമുക്കെല്ലാവർക്കും എടുക്കാം എന്നെല്ലാവരും അതിൽ ഐക്യപ്പെടാണ്, എല്ലാവരും അതിൽ തൃപ്തിപ്പെടാണ്, അത് അനുവദനീയമാണ്. എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അത് അവരിൽ വീതിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. ഈ സ്വത്ത് വീതിക്കാതെ, ആളുകൾ ചിലപ്പോൾ പലതും പറയും. മനുഷ്യന്മാരെ നാവിന് എല്ലില്ലാത്തതുകൊണ്ട് എന്തും പറയാൻ എളുപ്പമാണ്. ഓ, മരിക്കാൻ കാത്തുക്കായിരുന്നു സ്വത്ത് വിൽക്കാൻ, മരിക്കാൻ കാത്തുക്കായിരുന്നു പറമ്പ് വിൽക്കാൻ. മറ്റൊരാളുടെ ഹക്കാണ് നമ്മുടെ കൈവശം ഇരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് അവരിലേക്ക് എത്തിക്കുക എന്ന ഇസ്ലാമിക ബാധ്യതയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നാട്ടുകാരെ നാവല്ല. ഹക്ക് പിടിച്ചു വെക്കുക എന്നുള്ളത്, നൽകാൻ കഴിഞ്ഞിട്ടും അത് പിടിച്ചു വെക്കുക എന്നത് ദുൽമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മത്ലുൽ ഗനിയ്യി ദുൽമുൻ. ഒരു ഗനിയ്, അവന് കടം പൂട്ടാൻ കഴിയും, കടം ചോദിക്കുമ്പോൾ ഭയങ്കര ആവേശമാണ്.
ആ ആവേശം തിരിച്ചു ചോദിക്കുമ്പോൾ ഉണ്ടാവില്ല. നാളെ തരാം, 1-ാം തീയതി തരാം, ഇത് അക്കൗണ്ടിൽ പൈസ ഉണ്ട്, ലിക്വിഡായിട്ട് കയ്യിലില്ലാത്തതുകൊണ്ടാണ്, ഒരു 2 മണിക്കൂർ, അങ്ങനെ പല ന്യായം പറഞ്ഞിട്ടാ വാങ്ങുക. ആ ആവേശം തിരിച്ചു ചോദിക്കുമ്പോൾ ഉണ്ടാവില്ല, പിന്നെ ഇങ്ങനെ നീട്ടിക്കൊണ്ടവല. ഈ വാങ്ങിയവൻ, നൽകിയവൻ, അവൻ എന്തോ ഒരു അപരാധം ചെയ്യുന്നത് പോലെയാണ് പിന്നെ കടം തിരിച്ചു ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. ആ കൊടുത്തോൻ എന്തോ തെറ്റ് ചെയ്യുന്നത് പോലെയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, തിരിച്ചു കൊടുക്കാൻ കഴിവുണ്ടായിട്ടും നീട്ടിക്കൊണ്ടുപോകുന്നവൻ, അങ്ങനെയുള്ള ഖനി, അവൻ ചെയ്യുന്നത് ദുൽമാണ്. അത് പല രൂപത്തിൽ വരും. വീടൊരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചു, പണി കഴിഞ്ഞു, എല്ലാ പണിയും അയാൾ പറഞ്ഞ സമയത്ത് തീർത്തു കൊടുത്തു. പിന്നെ ഇയാളെ കയ്യിൽ പിന്നാലെ ഇങ്ങനെ നടക്കണം. പണമുണ്ട്, പക്ഷെ കൊടുക്കാനൊരു മടി. അതിങ്ങനെ നീട്ടി 6 മാസം, 1 കൊല്ലം ഇങ്ങനെ കൊടുത്ത് അങ്ങനെ കൊടുത്തു തീർക്കും. കയ്യിൽ പണം കൊടുക്കാനുണ്ടോ ഉടനെ കൊടുത്തു തീർക്കണം. ചില ആളുകൾ പ്രയാസം ഉണ്ടാകുമ്പോൾ ചിട്ടിയൊക്കെ തുടങ്ങും. ഇന്ന സമയത്ത് തരാമെന്ന് പറയും. ആ സമയത്ത് പണം ഉണ്ടാകും. ഒരു 50,000 ആണെങ്കിൽ ആദ്യം 10 കൊടുത്തു, പിന്നെ 2 മാസം കഴിഞ്ഞ് 5 കൊടുത്തു, പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ് ബാക്കി 10 കൊടുത്തു. ഇയാൾക്ക് ആ 50 ഒന്നിച്ച് കിട്ടിയാൽ അയാൾക്ക് പല കാര്യങ്ങളും നേടാനുണ്ടാകും. ആ ലക്ഷ്യത്തിലായിരിക്കും അയാൾ ചേർന്നിട്ടുണ്ടാവുക. അതൊന്നും അല്ലാത്ത രൂപത്തിലേക്ക് ആ പണം അങ്ങോട്ട് മാറ്റും. അതുപോലെ തന്നെ അനന്തരാവകാശം വീതിച്ചു കൊടുക്കാൻ അയാൾക്ക് കഴിയോ ഉടൻ അയാൾ അത് ചെയ്യണം. അല്ലാതെ മറ്റുള്ളവരുടെ ഹക്ക് പിടിച്ചു വെക്കുകയാണെങ്കിൽ, അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ അത് ദുൽമാണ്. അങ്ങനെ കബളിപ്പിച്ചെടുത്തതുണ്ടെങ്കിൽ അത് നാളെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. നാളെ ഖിയാമത്ത് നാൾ അതും ചുമലിൽ വെച്ച് നാളെ പരലോകത്ത് വരേണ്ട സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല, ഇത് നൽകിയിട്ടില്ല എങ്കിൽ ബന്ധം പിരിയും, ബന്ധങ്ങൾ പിരിയും. കാരണം ഇതൊന്നും പറയില്ല. അത് സ്വത്ത് കിട്ടാത്തതുകൊണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞാൽ മോശമാണ്, അതുകൊണ്ട് അതല്ല കാരണം കണ്ടെത്തൽ. പിന്നെ ഓരോ കാരണം ഉണ്ടാക്കും. അടിസ്ഥാനം എന്നുള്ളത് സ്വത്ത് വീരിക്കാത്തതാണ്. നല്ല സൗഹാർദ്ദത്തിൽ നടന്ന കുടുംബമായിരിക്കും, നല്ല സ്നേഹത്തിൽ കഴിഞ്ഞവരായിരിക്കും. സ്വത്ത് വീരിക്കുന്നത് താമസിക്കുന്നതിനനുസരിച്ച് പിന്നെ ഓരോ പ്രശ്നങ്ങൾ, ഓരോ പോരായ്മകൾ അതിങ്ങനെ കണ്ടെത്തി പരസ്പരം അകലുന്ന സാഹചര്യത്തിലേക്കെത്തും. ഇസ്ലാമിക നിയമങ്ങൾ പഠിപ്പിക്കുന്ന കാര്യം അത് മസ്ലഹത്താണ്, നമ്മുടെ സുരക്ഷിതത്വമാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അവകാശികൾ അതാരാണെന്ന് നോക്കി അയാളുടെ സ്വത്ത് ആ അനന്തരാവകാശികളിലേക്ക് അത് വീതിച്ചു പോകണം. അതെങ്ങനെ വീതിക്കണം, അതിൻ്റെ രൂപം എങ്ങനെയെന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് വരുന്ന ഖുതുബയിൽ മനസ്സിലാക്കാം. ഏതായിരുന്നാലും സാമ്പത്തിക രംഗത്ത് ഒരുപാട് ചതിക്കുഴികൾ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് നമ്മളുടെ പേരിൽ അങ്ങനെ ഒരു ആക്ഷേപം കേൾക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. നമ്മുടെ സമ്പാദ്യം അത് സൂക്ഷ്മമായിരിക്കണം. അത് ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ, ഏറ്റവും മാന്യമായ രൂപത്തിൽ ചിലവഴിക്കുന്നതായിരിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.